PM ശ്രീയുടെ കാര്യത്തിൽ ഒരു നിലപാടെടുത്തത് വളരെ പെട്ടെന്ന് തന്നെ CPIയെ പ്രകോപിപ്പിക്കുകയും അവർ മന്ത്രിസഭാ യോഗത്തിന് വിട്ടു നിൽക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. അതൊരു പിഴച്ച നടപടിയായി പോയോ? മന്ത്രിസഭാ യോഗത്തിന് വിട്ടു നിന്നിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. മന്ത്രിസഭയൊക്കെ കൃത്യമായി നടന്നു പോയതാണ്. ഒരു പ്രശ്നവും അതിനകത്ത് ഉണ്ടായിട്ടില്ല. എന്നാൽ അത് വ്യത്യസ്തത CPIക്ക് ഉണ്ടായി. വ്യത്യസ്തത ഉണ്ടായപ്പോൾ അതിൻ്റെ മറ്റു മെറിറ്റിലേക്ക് പോകലല്ല, മുന്നണിയുടെ കെട്ടുറപ്പാണ് പ്രധാനം. അതിനനുസരിച്ചുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഇപ്പോൾ പോലീസിൻ്റെ പല പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇപ്പോൾ അവൾക്കൊപ്പം എന്ന നിലപാട് തന്നെയാണ് ലെഫ്റ്റ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പീഡനക്കേസിൽ, നടി പീഡനക്കേസിലെ ആ പെൺകുട്ടിയോടൊപ്പം തന്നെയായിരുന്നു പൂർണ്ണമായും LDF സർക്കാർ. പക്ഷേ അതുപോലെ തന്നെയാണോ ഇപ്പോൾ PT കുഞ്ഞുമുഹമ്മദിനെ പോലുള്ള ഒരാൾക്കെതിരെ ആരോപണം വന്നപ്പോൾ FIR ഇടാൻ കുറേ ലേറ്റായി? അപ്പോൾ അതുകൊണ്ട് സർക്കാരിൻ്റെ നിലപാടിൽ ഒരു രാഷ്ട്രീയ വ്യത്യാസം കാണുന്നു എന്നൊരു... ഒന്നുമില്ല. അവർ വന്ന് പരാതി തന്നു. ആ പരാതി DGPക്ക് കൊടുത്തു. അവരതിൻ്റെ നടപടികളിലേക്ക് കടന്നു എന്നുള്ളതാണ് വസ്തുത. അല്ല, അവർ തന്നെ പറഞ്ഞു പിന്നീട്, അതായത് വാർത്തകൾ വന്നതിന് ശേഷമാണ്. ഒന്നുമല്ല, ഒരു കാലതാമസം ഉണ്ടായില്ല. എൻ്റെ ശ്രദ്ധയിൽ വന്നതിന് ശേഷം അത് നേരെ DGPക്ക് കൊടുക്കുകയാണുണ്ടായത്. DGP അതുമായി ബന്ധപ്പെട്ട് നടപടികളിലേക്ക് കടന്നു എന്നുള്ളത്. ഓക്കെ. അവസാനമായി എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, CM ഇപ്പോൾ VS ഇല്ലാത്ത ആദ്യത്തെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. VS ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നു എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായി വരുന്നത്? അത് നഷ്ടങ്ങൾ ഞങ്ങൾക്ക് വലിയ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണല്ലോ. അതിപ്പോൾ സീതാറാം യെച്ചൂരിയുണ്ട്, VS ഉണ്ട്, കോടിയേരി ബാലകൃഷ്ണനുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് വല്ലാത്ത നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഞങ്ങൾ ഈ നഷ്ടങ്ങളൊക്കെ സാധാരണ പരിഹരിച്ചു പോകുന്നത് കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ്. അപ്പോൾ ആ കൂട്ടായ പ്രവർത്തനത്തിലൂടെ അതെല്ലാം നികത്താനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിപ്പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറയാം. അല്ല, അദ്ദേഹത്തോട് എന്തെങ്കിലും ഉപദേശമുണ്ടോ? അദ്ദേഹത്തെ നഷ്ടപ്പെടാൻ പാടില്ല. അല്ല, അത് ഞാൻ പറയാൻ വെച്ചിരിക്കുകയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ പറയൂ, ഇപ്പോൾ പറയുന്നില്ല. അല്ല, ഇപ്പോൾ പറഞ്ഞാൽ അതിന്റെ വാല്യൂ പോകുന്നുള്ളത്. അതെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പറയും, അപ്പോൾ പറയാം. നിങ്ങൾ ചോദിക്കാതെ തന്നെ പറയാൻ വെച്ചിരിക്കുകയാണ് ഞാൻ. അത് പറയുമെന്നുള്ളത് ഉറപ്പാണ്.